ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വീട്ടിലൊക്കെ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് വലിയ വില കൊടുത്തല്ലേ നമ്മൾ വാങ്ങിക്കാറ്. ഒരു ലിറ്ററൊക്കെ വാങ്ങിക്കണമെങ്കിൽ 100 രൂപ 200 രൂപ ഒക്കെ കൊടുത്ത് നമുക്ക് 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തീർന്നു പോകില്ലേ. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമ്മൾ പാത്രം കഴുകുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചുരുങ്ങിയ ചിലവുകൊണ്ട് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു 200 രൂപേൻ്റെ ഒരു കിറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് പിന്നെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ 5 ലിറ്റർ ഡിഷ് വാഷ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചുരുങ്ങിയത് ഒരു 6 മാസമൊക്കെ നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്: കുപ്പിയിലുള്ളത് ആസിഡ് സ്ലറിയാണ്, പിന്നെ ഉപ്പുകല്ല് പോലുള്ളത് കാസ്റ്റിക് സോഡയാണ്, പിന്നെ ഒരു വെളുത്ത പൗഡർ ഉണ്ട്, പിന്നെ ഒരു കളറുണ്ട്, പെർഫ്യൂം ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഉപ്പുകല്ല് പോലുള്ളത് വെള്ളത്തിൽ 2 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂർ ഒക്കെ ആകുമ്പോഴേക്കും അത് നല്ല അലിഞ്ഞൊന്ന് തണുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 മണിക്കൂർ ഇപ്പോൾ തണുപ്പുള്ള സമയമല്ലേ, 1 മണിക്കൂറൊക്കെ ആയാലും മതി. അപ്പോഴേക്കും അത് നല്ല തണുത്ത് കിട്ടും. അതിന് ശേഷം ഈ വെളുത്ത പൗഡർ ഇല്ലേ, അത് 1 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കുക കേട്ടോ. നല്ലൊന്ന് മിക്സാക്കിയിട്ട് ഒരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലൊന്ന് അലിയിച്ചെടുക്കുക. ഈ വെളുത്ത പൊടി അലിയിച്ചെടുക്കാൻ നമ്മൾ വേറൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഡിഷ് വാഷ് തയ്യാറാക്കുന്ന കൂട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ സോപ്പ് മാത്രം കിട്ടുന്ന കടകളൊക്കെ ഉണ്ടാവും. ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി വേറൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് 1.5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ കുപ്പിയിലുള്ള ആസിഡ് സ്ലറി ഒഴിച്ചിട്ട് ഒരു കോലുകൊണ്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒട്ടും പ്രയാസമില്ല, വളരെ ഈസിയാണ്. ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ കൈമൊരു ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. സോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ പാത്രത്തുമ്മലൊക്കെ ഒരു പൊടി പോലെ ഉണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ, നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഈ ഉപ്പുകല്ല് പോലുള്ളത് അലിയിക്കാൻ വെച്ചില്ലേ, ആ വെള്ളം ആസിഡ് സ്ലറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ കുപ്പിയിലുള്ളത് കലക്കി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി അത് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ വെളുത്ത പൊടി, ആ പൗഡറില്ലേ, അത് കലക്കി വെച്ചിട്ടുണ്ട് 1 ലിറ്റർ വെള്ളത്തിൽ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു യെല്ലോ കളറ് കിട്ടും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കുക കേട്ടോ. കളറ് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രൂപത്തിൽ നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല കളറായി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൽ ലാസ്റ്റ് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം തന്നിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് എന്താ വെച്ചാൽ ഒരു ചെറുനാരങ്ങൻ്റെ ഒക്കെ ഒരു മണമാണ് അതിനുള്ളത്. അതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിവില കൊടുത്തിട്ടൊന്നും പീടികയിൽ നിന്ന് ഡിഷ് വാഷ് വാങ്ങിക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ ഒരു പണിയില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്നുള്ള ഒരു
കൂടി കിട്ടും. അതിൽ നോക്കി ചെയ്താലും മതി. അപ്പോൾ ഇത് 5 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. അതിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയാണിത്. കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ പാത്രം കഴുകാൻ. അത്രയും പതയാണ് ഇതിന്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത്രയേ ഉള്ളൂ.